ഇദ്ദേഹത്തിന് ഈ സിനിമയിൽ എന്ത് പോലീസ് പ്രൊമോഷനാണോ കൊടുത്തേക്കുന്നത്? കാരണം പോലീസ് ചെയ്ത് ഇപ്പം എന്താണ് പദവി? ഇതൊരു സസ്പെൻസ് ത്രില്ലറേ അല്ല, ഇതൊരു ഡ്രാമയാണ് ബേസിക്കലി. ആ ഒറ്റ കാര്യം, എൻ്റെ പേര് കണ്ടു ഹാപ്പി ആയി. എന്നെ സംബന്ധിച്ച് ഇതൊരു 90 ലൊക്കേഷനും 115 ആർട്ടിസ്റ്റുമുള്ള ഒരു സിനിമയാണ്. എപ്പോഴും ഈ വലിയ ഫിലിം മേക്കേഴ്സ് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും എഡിറ്റർ ലൊക്കേഷനിൽ വരരുതെന്ന് പറയും. കാര്യം നമ്മളൊരു ഷോട്ട് എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ ഷോട്ടിന് നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഇത്രയും പൈസ ചിലവായിട്ടുണ്ടെന്നൊക്കെ ഒരു എഡിറ്റർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കളയാൻ ചിലപ്പം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് തോന്നും. ഇതിന്റെ ഒരു ടോട്ടാലിറ്റി കണ്ടിട്ട് ഈ സിനിമയ്ക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നത് ഒരു മയമില്ലാതെ കളയുന്ന ഒരാളായിരിക്കണം ഇതിന്റെ എഡിറ്റർ. അങ്ങനെ 2025 വന്നു ഭവിച്ചു. എൻ്റെ മുമ്പിൽ ജോഫിൻ ആൻഡ് ഓഫ് കോഴ്സ് ആസിഫ്. രേഖാചിത്രം എന്നൊരു സിനിമയെ പറ്റി സംസാരിക്കാൻ എന്നെ കൊഴിഞ്ഞിട്ട് ഇവിടെ ആരും രേഖ തന്നെ. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ സിനിമയിൽ എന്ത് പോലീസ് പ്രൊമോഷനാണോ കൊടുത്തേക്കുന്നത്? കാരണം പോലീസ് ചെയ്ത് ഇപ്പം എന്താണ് പദവി? ഇതില് CI തന്നെയാണ്. ഇതിന് എപ്പോഴും ഞാൻ പറയുന്നത്, എനിക്ക് ആദ്യം ഈ പോലീസ് സ്റ്റേഷൻ ചെയ്യാൻ ഒരു ഭയങ്കര മടി ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഞാൻ. തലവും വന്നപ്പോഴും പറഞ്ഞില്ലേ, ഞാൻ പോലീസിന് വേണ്ടി മാത്രമേ ആസിഫിനെ ഇന്റർവ്യൂ ഞാൻ ആ സമയത്ത് കുറ്റവും ശിക്ഷയും ചെയ്ത സമയത്താണ്, അതുവരെ എനിക്ക് പോലീസ് വേഷങ്ങൾ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. കാര്യം നമുക്ക് എല്ലാവർക്കും സിനിമയിൽ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അറ്റയർ ഉണ്ട്, ഒരു ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള പഞ്ച് ഡയലോഗ്സ് മാത്രം പറയുന്ന അത്തരത്തിലുള്ളൊരു പോലീസ് ഹെയർ കട്ട് വരെ കൃത്യമായി ഫോളോ ചെയ്യുന്ന അങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ സിനിമയെ കണ്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരു പോലീസുകാരനെ ഞാൻ റിയൽ ലൈഫിൽ കണ്ടിട്ടില്ല. കുറച്ച് വയറൊക്കെ ഉള്ള, അത്യാവശ്യം ഷർട്ടൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ ഇത് പോലീസുകാരനാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന ആളുകളാണ് നമുക്ക് അധികവും ഉള്ളത്. അപ്പൊ അത്തരത്തിലൊരു തിരിച്ചറിവ് വന്നതിന് ശേഷമാണ് ശരിക്കും പോലീസ് സിനിമകൾ ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നത്. അത് ഓഫ് കോഴ്സ് കുറ്റവും ശിക്ഷയും, അതിനുശേഷം തലവൻ, രണ്ടും രണ്ട് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പം എഗെയിൻ ഇതിലേക്ക് വരുമ്പോൾ എൻ്റെ ക്യാരക്ടറൈസേഷനേക്കാൾ എനിക്ക് കാച്ചിങ് ആയിട്ട് വന്നത് ഇതിന്റെ സ്ക്രീൻ പ്ലേ ആണ്. ഇതില് ഒരു പുതിയ ഐറ്റം ഉണ്ട്. അപ്പൊ അത് കേട്ടപ്പോഴാണ് ശരി, എന്നാ ഒരു പോലീസ് സ്റ്റേഷൻ കൂടെ ചെയ്യാം എന്ന്. വെരി ഗുഡ്. ആക്ച്വലി ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ 2018 ഈ സിനിമയുടെ ഒരു ബേസിക് ഐഡിയ ഞങ്ങൾ വന്നത് 2021 20 ഷൂട്ട് ചെയ്ത് 21 കൊറോണ കാരണം 24 റിലീസായത്. പക്ഷെ അതിന് മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു കഥയാണ്. സ്ക്രിപ്റ്റ് ഞങ്ങൾ പിന്നീട് എഴുതിയത്. കഥ ആദ്യം ഞാൻ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചൊരു സിനിമയാണ് രേഖാചിത്രത്തിന്റെ കഥ. അപ്പം അന്ന് ഞങ്ങൾ ആസിക്കെ കാസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അന്ന് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടില്ല. സമയമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി സീരീസ് ആണെന്നാണ് ഞാൻ വായിച്ചേക്കുന്നത്. അങ്ങനെയാണോ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഒരു ഇതിപ്പോൾ മേ ബി ഹോളിവുഡിൽ നോക്കുകയാണെങ്കിൽ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് ആണെങ്കിലും, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് ആണെങ്കിലും, മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ വടക്കൻ വീരഗാഥ ഒരു ഹിസ്റ്ററി അല്ല, പക്ഷെ ഒരു എന്താ പറയുക ഫോക്ലോറാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം എഴുതുമ്പോൾ നമുക്കറിയാം ഇതിന് 3 തരം ഘടകങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു ഹിസ്റ്ററിയിൽ നമുക്കതൊരു ചേഞ്ച് വരുത്തണം, അതായത് ഒരു മാറ്റി മറിക്കുന്നു. ആ ചേഞ്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മൂന്നാമത്തെ ആ ചേഞ്ചിൽ നിന്ന് വരുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് നമുക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ട് കാണിക്കണം. അപ്പോൾ എഴുതുമ്പോഴല്ലോ ജോഫിൻ, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്റിംഗ് സമയത്ത് എത്രത്തോളം നമുക്ക് ഇതിലെ എന്താ പറയുക സത്യാവസ്ഥ എടുക്കാം, എത്രത്തോളം ചേഞ്ച് കൊണ്ടുവരാം എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ എങ്ങനെയായിരുന്നു അത്? ഹൗ മച്ച് യു ഷുഡ് ബി ട്രൂത്ത്ഫുൾ ടു ഹൗ മച്ച് യു ക്യാൻ ബ്രിങ് ഇൻ യുവർ ക്രിയേറ്റീവ് ഫ്രീഡം? ഇതിൽ ഈ ഒരു കഥയുടെ ഈ ഒരു പ്രശ്നം കാരണം തന്നെയാണ് ഈ സിനിമ ആദ്യ സിനിമയുടെ എനിക്ക് നടക്കാതിരുന്നത്. കാരണം ഇതിൽ ഒരുപാട് പേരുടെ അനുമതി ഈ സിനിമ നടക്കാൻ ആവശ്യമുണ്ട്. അതായത് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളെക്കാൾ കൂടുതൽ ഞാൻ കഥ പറഞ്ഞിരിക്കുന്നത് ഇതിലെ അതെ നേരത്തെ എനിക്ക് അനുമതി വാങ്ങേണ്ട ആൾക്കാരോടാണ്. അപ്പോൾ അവരുടെ ചിലരൊക്കെ മരിച്ചുപോയ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഫാമിലിയോട് കഥ പറയണം. അതേപോലെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ 40 കൊല്ലം മുമ്പിലത്തെ കഥയാണ്. അതെ, അത് 85 നടക്കുന്ന ഒരു 2024-25 85 നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ സിനിമയിൽ അത് പറഞ്ഞ ഇപ്പം ഞാൻ ഡയറക്റ്റ്ലി പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ മമ്മൂക്ക ഇല്ല. പക്ഷേ ഈ സിനിമയിൽ മമ്മൂക്കയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്നൊരു സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ ഈ കഥ ആദ്യം പറയുന്നത് മമ്മൂക്കയോടാണ്. അപ്പോൾ ഈ 6 കൊല്ലത്തിനുള്ളിൽ ഈ കഥ പറഞ്ഞിട്ടും പിന്നെയും ചില കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും. ഇൻ ടേംസ് ഓഫ് ഓഡിയൻസിൻ്റെ പൾസ് ആണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അനുമതി വരാൻ സമയം വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള റൈറ്റിംഗ് പ്രോസസ്സിൽ ചേഞ്ചസ് വന്നു. അല്ല, അങ്ങനെ അതായത് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഞാൻ കഴിഞ്ഞൊക്കെ പറഞ്ഞാണത്. ഇതിൻ്റെ ഒരു കഥ രാമു സുനിൽ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ, ഞങ്ങൾ വർഷങ്ങളായിട്ട്, ഞങ്ങൾ ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ട്സാണ്.
അപ്പോൾ ഞങ്ങളൊരു ദിവസം ഒരു തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാമു 2018 എൻ്റെ ഐഡിയ എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതൊരു ഫുൾ ലെങ്ത് കഥയായിരുന്നില്ല, അതിൻ്റെ ഒരു ബേസിക് ഒരു ഐഡിയ മാത്രമായിരുന്നു. അത് ഞാൻ അപ്പോൾ തന്നെ അപ്പോൾ ഞാൻ അസിസ്റ്റ് ചെയ്തത് ജിസാറിൻ്റെ ഒപ്പമായിരുന്നു. ജിസാറോട് പറഞ്ഞു, ജിസാർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ആസിക്കത് ചെറുതായിട്ടത് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ പറഞ്ഞു. പക്ഷെ പിന്നീട് അതൊരു സ്ക്രിപ്റ്റിലേക്ക് എത്തിക്കാൻ സമയമെടുത്തു. ആ സമയത്താണ് പ്രീസ്റ്റ് നടക്കുന്നതും. അതിനുശേഷം പ്രീസ്റ്റിന് ശേഷമാണ് ഞാനത് ആൻഡ്രോ ചേട്ടനോട് ഇതിൻ്റെ ഐഡിയ പറയുന്നത്. അതിനുശേഷം ആൻഡ്രോ ചേട്ടൻ കേട്ട് കഴിഞ്ഞപ്പോൾ ആൻഡ്രോ ചേട്ടൻ വേണു സാറോടൊന്ന് പറയാം എന്ന് പറഞ്ഞു. വേണു കുന്നപ്പള്ളി വേണു സാറിൻ്റെ ജഡ്ജ്മെൻറ്റ് ഭയങ്കര ആൻഡ്രോ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളപ്പോൾ വേണു സാറെന്ന് പറയാമെന്ന് പറഞ്ഞാൽ വേണു സാറോട് കഥ പറഞ്ഞു. വേണു സാർക്ക് ഇഷ്ടമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇത് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് ആൾക്കാരോട് കഥ പറയാനുണ്ട് പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരോടും കഥ പറഞ്ഞ് അവർക്കൊന്നും വേറെ പ്രശ്നങ്ങളില്ല എന്ന് ഇതാക്കിയ ശേഷമാണ് ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയത്. അപ്പോൾ അതിനൊരു സമയമെടുത്തു. അതെ അതെ. ആസിഫ്, 2024 താങ്കളുടെ കൊല്ലമായിരുന്നു സത്യം പറയാം. ഐ എം സോ ഹാപ്പി. കാരണം 4 വ്യത്യസ്ത കഥാപാത്രങ്ങൾ എടുത്ത്, അതായത് അങ്ങനെ ഒരാൾക്ക് വെറ്റടി കിട്ടിയെന്ന് വരില്ല ഒരു കൊല്ലം അല്ലേ? റൈറ്റ് ഫ്രം ലെവൽ ക്രോസ് ടു കിഷ്കിന്ധകാണ്ഡം ടു അമിഗോസ് ടു 4ാമത്തെ പദമായിരുന്നു തലവൻ. ഈ 4 രീതിയായിരുന്നു. അപ്പോൾ സത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ കിഷ്കിന്ധകാണ്ഡം കണ്ടിട്ട് ഇദ്ദേഹം ഫോൺ എടുക്കാത്തതുകൊണ്ട് നമ്മളങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, സിനിമ വരുമ്പോഴേ കാണാറുള്ളൂ. അപ്പോൾ എന്തൊരു ചിരിയെന്നൊക്കെ വളരെ ആത്മാർത്ഥം, അതെ ഞാൻ തന്നെ എന്നുള്ളത്. അപ്പോൾ ആ കിഷ്കിന്ധകാണ്ഡത്തിൽ സത്യം പറഞ്ഞാൽ ആ കരയുന്ന സീനുണ്ടല്ലോ, കുട്ടി മരിച്ചിട്ടുള്ള ഒരു സീൻ, ഐ തിങ്ക് ഞാൻ ഇങ്ങനെ ആസിഫിനെ കണ്ടിട്ടില്ല. ഐ ഡിഡ് നോട്ട് സീ യു ദെയർ. യു ആൻഡ് അപർണ വാസ് ലിറ്ററലി ദെയർ ക്യാരക്ടർ. അപ്പോൾ ഈ സമയത്ത് തന്നെ ആയിരിക്കണം ഇതും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഈ പോലീസിൽ നിന്നും പോലീസിലേക്കും ഈ ഒരു ഇമോഷണൽ ബാഗേജ്, ലെവൽ ക്രോസ് വാസ് അനദർ ഇമോഷണൽ ബാഗേജ്, അഡിഗോസിൽ വേറെ ഹൈപ്പർ ലെവലായിരുന്നു. ഇതിങ്ങനെ സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് ചാടുമ്പോൾ ഈ രേഖാചിത്രത്തിൽ എത്തുമ്പോൾ ഇതിലെ സബ്ഡ്യൂഡ്നെസ് ആണോ വേറെ എന്തെങ്കിലും മറ്റത് കയറി വരാറുണ്ടോ? ഹൗ ഡിഡ് യു മാനേജ് ദിസ് ക്യാരക്ടർ ഓഫ് വിഷ്ണു അല്ലേ ക്യാരക്ടറിൻ്റെ പേര്? വിവേക്. എനിക്ക് ചേച്ചി ഈ സ്ക്രിപ്റ്റ് ഓരോ സിനിമയും ഓരോ ക്യാരക്ടേഴ്സായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു എന്താ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റാറില്ല എനിക്ക്. അതിന് അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് പോലീസ് തന്നെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അത് ചോദിച്ച് മനസ്സിലാക്കുന്നതും എനിക്ക് കിട്ടുന്ന നറേഷനിലും ഡീറ്റെയിലിങ്ങിലും ഒക്കെ ഈ പറയുന്ന വ്യത്യാസങ്ങൾ സ്പോട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പം ശരിക്കും ഞാൻ ഈ സിനിമയിൽ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഒരു രീതിയിൽ എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഒന്നും ഞാൻ ആദ്യമേ പറഞ്ഞില്ല. എനിക്ക് അതിനെപ്പറ്റി അല്ലായിരുന്നു ഞാൻ ബോധേഡ് ആയത്. ഞാൻ ഈ സിനിമ എങ്ങനെ ചെയ്യും, ഈ സിനിമ എങ്ങനെ സംഭവിക്കും എന്നുള്ളതായിരുന്നു. ഇപ്പം ജോഫിൻ പറഞ്ഞ പോലെ ഇത് ഫുൾ വായിച്ച് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചാൽ ഇത് എങ്ങനെ ചെയ്യും എന്തെങ്കിലും ജോഫിനോട് നമുക്കത് പ്ലാൻ ചെയ്യാം. പിന്നെ ആൻഡ്രോ ചേട്ടൻ എന്ന് പറഞ്ഞ ആളെ കൊണ്ട് മാത്രമേ ഈ സിനിമ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇത്രയും ആളുകളെ കണ്ട് ഇത്രയും ആളുകളെ കൺവിൻസ് ചെയ്ത് ഇവരുടെ എല്ലാം പെർമിഷൻസ് എടുത്ത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ഈ പറയുന്ന കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. എഗെയിൻ അതിന് അത്രയും ഈ സ്ക്രിപ്റ്റിനെ മനസ്സിലാക്കി സിനിമയെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു നിർമ്മാതാവ് ആണ്. ഏതറ്റം വരെയും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ. അപ്പൊ അതിന് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് വേണു കുന്നപ്പള്ളി എന്ന് പറഞ്ഞത്. അദ്ദേഹം 2018 എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യം അദ്ദേഹം ബ്ലൈൻഡ് ആയിട്ട് ടെക്നീഷ്യൻസിനെ വിശ്വസിച്ച് സിനിമയെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. ജോഫിൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് ഭയങ്കര രസമാണ്. ഈ സിനിമ പോലും നമ്മള് അദ്ദേഹം സെറ്റിൽ ചെയ്തിട്ടുള്ള ദുബൈയിലാണ്. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡ്സും ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹം അതുവരെ എടുത്ത ഷൂട്ട് കാണുകയും അതിന്റെ കൃത്യമായ അഭിപ്രായം പറയുകയും. ഭയങ്കര നമുക്കൊരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അദ്ദേഹം ഈ സാധനം കാണും. നമുക്ക് ടെൻഷനാണ്. പക്ഷെ പുള്ളി കറക്റ്റ് ആയിട്ടാ യൂണിറ്റ് ടെസ്റ്റ്. അതായത് ഒരു സിനിമയ്ക്ക് റിലീസിന്റെ അന്നാണ് ടെൻഷൻ എങ്കിൽ ജോഫിൽ ഉണ്ടായിരുന്നത് എല്ലാ വീക്കെൻഡ്സിലും എല്ലാ വെള്ളിയാഴ്ചയും ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെയാണ്. അതെ, കാലഘട്ടം ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഒരു കണക്ക് വരെ നമുക്ക് VFXും CGകളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആസ് എ ഡയറക്ടർ ഈ സിനിമയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ 85 കാലഘട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് ചെയ്തിരുന്ന ഡ്രസ്സ് ഓഫ് കോഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും വ്യത്യാസം കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതിനൊരു ഒരു ഒരു റെഫറൻസ് ഉണ്ട്, നമുക്ക് നോക്കാനൊരു റെഫറൻസ് ഉണ്ട്. അതായത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു റെഫറൻസ് ഓൾറെഡി നമുക്ക് അവിടെ നോക്കി ചെയ്യാവുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മാക്സിമം നമ്മൾ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന നമ്മൾ ഭയങ്കര ബഡ്ജറ്റിലേക്ക് പോവാതെയും ഈ സിനിമ അത് ചെയ്യണം. എവിടെയായിരുന്നു ഷൂട്ടുള്ളത്? നമ്മൾ ഇവിടെ തന്നെയായിരുന്നു, കൊച്ചി കന്യാകുമാരി പരിസരം. ഓക്കെ. അപ്പോൾ പക്ഷേ ഇത് എഗെയിൻ കമ്മിങ് ബാക്ക് ടു ഒരു
ഇതിലൊരു ആക്യുറസി ഓൾറെഡി ആൾക്കാർക്ക് കണ്ടിട്ടുണ്ട്. ആ ആക്യുറസിന്ന് നിങ്ങൾ മാറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ഈ മാറ്റി ചിന്തിക്കുമ്പോൾ ഇതിൽ എത്രത്തോളം ആൾക്കാർക്ക് ഇത് കണക്റ്റഡ് ആവും. ബിക്കോസ് 85 നടക്കുന്ന കാലം 2024 കൊണ്ടുവരുമ്പോൾ അതിനുള്ള സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും രണ്ടുപേരിലും ഉണ്ടായിരുന്നു? അത് സിനിമയിൽ കാണണം. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ആയിട്ടാണ് ഈ കാലഘട്ടം കാണിക്കുന്നത്. കണ്ട കാര്യങ്ങളല്ല. അതിന്റെ ഒരു അതൊന്ന് റീക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. അപ്പൊ അതൊരു ക്യൂരിയോസിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഇത് വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ഈ ഞങ്ങൾക്കും ഒന്നും ചോദിക്കാൻ വളരെ പറയാനും പറ്റില്ല. വളരെ സൂക്ഷിച്ചു. കാര്യം ഇപ്പൊ ഓൾറെഡി ഓൺലൈനിൽ ഈ സിനിമയെ പറ്റിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഡീകോഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഏറ്റവും കിട്ടിയ ഹൈ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ റിലീസ് ചെയ്യുന്നത് ഇതിന്റെ ടൈറ്റിലായിരുന്നു, രേഖാചിത്രം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ടൈറ്റിൽ ഫോണ്ടിൽ ഉണ്ടായിരുന്നത് കുറെ കുഞ്ഞു 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 എഴുത്തുകളായിരുന്നു. അപ്പൊ അതിന്റെ ഓരോ ലെറ്റേഴ്സും എടുത്ത് സൂം ചെയ്ത് അതിൽ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ആളുകൾ എന്റെ പേര് കണ്ടു ഹാപ്പി. പക്ഷെ അതിൽ തന്നെ ആ ഒരു റൈറ്റിംഗ്, ആ ഫോണ്ട് തന്നെ പണ്ടത്തെ സിനിമയിൽ ഏതോ കണ്ട ഒരു ഫോണ്ട് മാതിരി എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിനൊക്കെ സ്പെസിഫിക് ആയിട്ട് ഈ ഡീകോഡിങ് സഹായിച്ചിട്ടുണ്ടോ? അതോ പക്ഷേ കൂടുതലായിട്ട് ആൾക്കാർക്ക് സ്പോയിലർ ആവില്ലേ കുറച്ചുകൂടി ഇങ്ങനെയൊക്കെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയാൽ? ഇല്ല, എത്ര കാലം പിടിച്ചേക്കാൻ പറ്റുമോ സസ്പെൻസ്? നമുക്കിനി 9 വരെയുള്ള ഇത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് വെച്ചെങ്കിൽ ഒരു സിനിമ ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ കാണുമ്പോൾ എൻ്റെ മുമ്പിലുള്ള 4 ആൾക്കാരും ഇരുന്ന് റെക്കോർഡ് ചെയ്യാണ് ഈ സിനിമ. എന്നിട്ട് ഇത് അവർക്ക് ഫോമോ ആണല്ലോ, ആദ്യമേ പോയി അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. നിങ്ങളുടെ മാതിരി സസ്പെൻസ് സിനിമകൾ ഇങ്ങനെ ആൾക്കാർ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തായാലും ആൾക്കാർക്ക് അറിയാൻ പറ്റും എനിവേ ത്രൂ റിവ്യൂ. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ബിക്കോസ് യു ഗെറ്റ് ടു സീ ദിസ്. നമ്മളിപ്പോൾ കഥ പറഞ്ഞാലും നമുക്ക് കേൾക്കാനൊരു സന്തോഷമുണ്ട്. നമ്മളൊരാൾ ഇന്ന ആളാണ് വില്ലൻ എന്ന് പറഞ്ഞാൽ സിനിമ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കരിയില കാറ്റ് പൊഴിയുന്നൊരു പഴയൊരു സിനിമയുടെ മമ്മൂക്കയുടെ, അതിൽ ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, തിയേറ്ററിൽ ഞാൻ ക്യൂ നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് അവരറിയുന്നിട്ടുണ്ടോ, ഓ നീ ഇതാണോ നിൽക്കുന്നത്, എൻ്റെ റഹ്മാനാട്ടോ കൊന്നല്ല ഒറ്റ. എന്നിരുന്നാലും ആ സിനിമയുടെ ക്രാഫ്റ്റിൽ നമുക്കത് ഓക്കെ ഫൈൻ. പക്ഷെ ഇപ്പോൾ ഇത് നിങ്ങൾ ക്രാഫ്റ്റും ഇത് ചെറിയ രീതിയിൽ കാണുകയാണ്. ഈ സിനിമയെ പറ്റി അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഈ സിനിമയുടെ ഫസ്റ്റ് 10ാമത്തെ മിനിറ്റിൽ ആളൊക്കെ അറിയും. ഇതിൽ സസ്പെൻസ് എന്ന് പറയുന്നത് ഇതൊരു സസ്പെൻസ് ത്രില്ലറേ അല്ല, ഇതൊരു ഡ്രാമയാണ് ബേസിക്കലി. അപ്പോൾ അത് നല്ലതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആദ്യം ഒരാളെ അറിയിക്കുന്ന ഇതാണ് കഥ, ആൾക്കാർക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി. വാട്ട് ഈസ് ദ ഏറ്റവും അധികം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായിരുന്നു ഷൂട്ടിംഗ് സമയത്ത്? ചാലഞ്ചസ് വെയർ ക്യാരക്ടർ അല്ലെങ്കിൽ ഫോർ യു ആസ്? എന്നെ സംബന്ധിച്ച് ഇതൊരു 90 ലൊക്കേഷനും 115 ആർട്ടിസ്റ്റുമുള്ള ഒരു സിനിമയാണ്. ചെറിയൊരു ബാഹുബലി. അപ്പോൾ 115 ആർട്ടിസ്റ്റ് പറഞ്ഞാൽ ചെറുതും വലുതുമായ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിനൊരു ടൈം കൺസേൺ എനിക്കത് വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 60 ദിവസം കൊണ്ട് ഈ സിനിമ തീർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ശ്രമകരമായിട്ടുള്ള. പിന്നെ യൂണിറ്റ് ടെസ്റ്റും. അതെ. ഇദ്ദേഹം എങ്ങനെയായിരുന്നു? അത് നിങ്ങൾ ആദ്യമായിട്ടല്ലേ വർക്ക് ചെയ്യണേ? ഞാൻ ആദ്യമായിട്ട് ക്ലാപ്പ് അടിക്കുന്നത് ഹാസിക്കയുടെ മുഖത്താണ്. കണ്ടോ, അത് നല്ല ഗംഭീരമായപ്പോ. ബൈസൈക്കിൾ ദിവസം. സോ ഈ എന്തായിരുന്നു എനിക്കിപ്പോ സസ്പെൻസ് ഒന്നും ചോദിക്കാൻ, അത് ഞാൻ കഷ്ടപ്പെടുന്നത് സസ്പെൻസ്. എന്റെ ഒരു വലിയൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈ സിനിമയിൽ കൊണ്ടുപോകണം. അതില് കുറച്ചു പേര് വേറൊരു കാലഘട്ടത്തിലുള്ള ആളുകളാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇവര് തമ്മിലുള്ള ഒരു കണക്ഷൻ ഓഡിയൻസിന് ഫീൽ ചെയ്യണം. ഇപ്പൊ രണ്ടുപേരും 2 കാലഘട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഇവര് തമ്മിലൊരു അറ്റാച്ച്മെന്റ് എവിടെയൊക്കെ ഉണ്ടെന്ന് ഓഡിയൻസിന് ഫീൽ ചെയ്യണം. അപ്പൊ ആ ഒരു ഇമോഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ സിനിമയുടെ ഒരു. അനശ്വരയുടെ കഥാപാത്രമായിട്ട് എന്താ പറയുക, അവർ സിനിമയിലും ജീവിതത്തിലൊക്കെ അഭിനയിക്കുന്ന സാധനം ഞാൻ കണ്ടത്. ആ കുട്ടിയെ പറ്റി അത് എനിക്ക് മനസ്സിലായി. എന്തായിരുന്നു ആ റോളിലേക്ക് എത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കെമിസ്ട്രി? ആസിക്കും അനശ്വരയും തമ്മിൽ സ്ക്രീൻ ഷെയർ അങ്ങനെ ഇല്ല, ചെയ്തിട്ടില്ല. പക്ഷേ എന്താ പറയുക, ഈ സിനിമയിലെ പ്രധാനപ്പെട്ടൊരു കഥാപാത്രം അനശ്വരയാണ്. അനശ്വര ഭയങ്കര സെൻട്രൽ കഥാപാത്രമാണ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിനെ നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് ആദ്യമായിട്ട്. പക്ഷേ ഇയാൾക്ക് സ്ക്രീൻ സൈഡിലാണ് പിന്നെ ആദ്യമായിട്ടാണ് അഭിനയിച്ചെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അനശ്വരന് ഞാൻ ആദ്യമായിട്ടാണ് സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത്. പക്ഷെ ഈ എപ്പോഴും അനശ്വരയുടെ ഒരു പ്രത്യേകത നമുക്ക് ഇതിനെ നേരിട്ട് കാണുമ്പോൾ ഒരു
കുഞ്ഞുകുട്ടിയായിട്ട് തോന്നുകയും പക്ഷെ ക്യാരക്ടേഴ്സിനനുസരിച്ച് ഇതിന് വലിപ്പ വ്യത്യാസം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് അനശ്വരയുടെ ഒരു ഭയങ്കര പ്രത്യേകതയായിട്ട് തോന്നുന്നത്. ഇപ്പൊ ഈ സിനിമയിൽ തന്നെ ആദ്യത്തെ ട്രെയിലറിൽ വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഫസ്റ്റ് ഷോട്ടും പോസ്റ്ററിൽ കാണുന്ന അനശ്വരയായിട്ട് ഭയങ്കരമായ ഒരു ഏജ് ഡിഫറൻസ് ഫീൽ ചെയ്യും. പക്ഷെ ഇത് രണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തതാണ്. അതെ, ഉറപ്പായിട്ടും അതെ. പിന്നെ സെറിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആട്ടം, പിന്നെ ഇപ്പൊ ബാമാരുൺ, ഇപ്പൊ മദനോത്സവത്തിലൊക്കെ ബാമാരുൺ, പിന്നെ മേഘ തോമസ്, പിന്നെ എടുത്തു പറയേണ്ട മനോജേട്ടന്റെ പറ്റിയിട്ടാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു മനോജേട്ടന്റെ സ്വഭാവം അറിയാലോ, ഭയങ്കര വെൽക്കമിങ് ആണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ ഞാനും മനോജേട്ടനായിട്ട് ഒരുപാട് നാളത്തെ ഭയങ്കര രസമുള്ള ഒരു ബോണ്ടിങ്ങും റിലേഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത് ഈ സിനിമയിലാണ്. അത് ബിജുമനെ വിളിക്കുന്നത് കൊച്ചെറുക്കൻ അല്ല, മനോട് ഭയങ്കര സ്വീറ്റ് ആയിട്ട് ആസിഫെ തന്നെ വിളിക്കുക. പക്ഷെ ഞങ്ങള് ഷോട്ടിന് ഇരിക്കുമ്പോഴാണ് ജോഫിനാണ് പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടല്ലേ ഒരു ഫ്രെയിമിൽ വരുന്നത്. അന്നാണ് ഞങ്ങൾ രണ്ടുപേരും ഇത് ശ്രദ്ധിക്കുന്നത് പോലും. ഇതുപോലെ ഇന്ദ്രേട്ടനുണ്ട്, അശോകേട്ടനുണ്ട്, ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകൾ. പിന്നെ ഒരുപാട് പേരുടെ മക്കൾ അവരുടെ അച്ഛനായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ തലമുറകൾ വന്നിട്ടുണ്ട് സിനിമയിൽ. വെരി നൈസ്. ഈ 115 ആൾക്കാരെയും എസ്പെഷ്യലി ഇദ്ദേഹം ഈ നിൽക്കുമ്പോൾ ഇവരെല്ലാവർക്കും ഒരേമാതിരി ആവില്ലല്ലോ ഇവരെ മെന്റലി പോകുന്ന ഓരോ ദിവസങ്ങളും. ആസ് എ ഡയറക്ടർ എല്ലാവരെയും കൊണ്ട് നടക്കുന്ന ഒരു ക്യാപ്റ്റൻ എന്ന സ്ഥലത്ത് താങ്കൾ ഉപയോഗിച്ച എന്തെങ്കിലും റെസിപ്പികളുണ്ടോ പുതിയ സംവിധായകർക്ക് പഠിക്കാൻ? അങ്ങനെ സറണ്ടർ ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ കഥ ഏറ്റവും കൂടുതൽ ഒരു സിനിമയുടെ കഥ പറഞ്ഞത് ഈ സിനിമയ്ക്കായിരിക്കും. എല്ലാവർക്കും കൃത്യമായിട്ട് കഥ പറഞ്ഞു കൊടുത്തു തന്നെയാണ് ലൊക്കേഷനിൽ ഇരുന്നത്. ഇപ്പം സായിയേട്ടൻ ടു മനോജേട്ടൻ ടു ഇന്ദ്രേട്ടൻ എല്ലാവർക്കും വരുമ്പോൾ ഇവരുടെ എല്ലാം ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യണമെങ്കിൽ ഈ സിനിമയുടെ ഫുൾ കഥ അറിയാം. അപ്പൊ അത് ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തർക്കും പറഞ്ഞ് ഫീഡ് ചെയ്ത് തന്നെയാണ് ജോഫി ഷൂട്ട്. എനിക്കതിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഞങ്ങളൊപ്പം ഒരു രാവ് മാത്രമല്ല വേറൊരു റൈറ്ററും ഉണ്ട്, ജോൺ മന്ത്രിക്കൽ എന്ന് പറയുന്ന ആൻമരിയ കലിപ്പിലാൻ്റെ ഒക്കെ റൈറ്റർ ആയിട്ടുള്ള ജോൺ മന്ത്രിക്കൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെക്ഷൻ പുള്ളി കംപ്ലീറ്റ് ഭയങ്കര വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്യുമായിരുന്നു. ആർട്ടിസ്റ്റുകളെ കൺവിൻസ് ചെയ്യുക, ആൾക്കാർക്ക് കഥ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന സാധനം ജോൺ പ്രോപ്പറായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ ഷൂട്ടിന്റെ കാര്യം നോക്കിയാൽ മതി. എന്ത് തരം ഡയറക്ടറാണ് അദ്ദേഹം? അഭിനയിച്ച് കാണിക്കുമോ അതോ ചെയ്യാൻ പറയുമോ? ഞാൻ പരിചയപ്പെട്ടിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും സംസാരിക്കണം കാണുന്നത്. സത്യമായിട്ട് ഇത് ജോഫി ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരുന്നിട്ട് നമ്മള് ചെയ്യുന്നതിൽ എന്തെങ്കിലും കറക്ഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ വന്നിട്ട് അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന് കാരണം ഇതാണ് എന്നുള്ളത് പറഞ്ഞു തരിക എന്നല്ലാണ്ട് ഭയങ്കര മിനിമലായിട്ട് മാത്രം ലൊക്കേഷനിൽ സംസാരിക്കുന്നത്. ഇതെങ്ങനെ കൊണ്ട് കൂട്ടിമുട്ടിക്കുക എന്നുള്ളതിലാണ്. അപ്പോൾ പക്ഷെ കൃത്യമായിട്ട് ഇതിന്റെ ഒരു എഡിറ്റഡ് സിനിമ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. ദാറ്റ് കംസ് ടു മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഇത്രയും സാധനങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ചില സമയത്ത് ചില സാധനങ്ങൾ എഡിറ്റ് ചെയ്ത് കളയേണ്ടി വരും. ആസ് എ ഡയറക്ടർ മനസ്സുകൊണ്ട് വിഷമിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും, അയ്യോ ഇത്രയും നന്നായി ഷൂട്ട് ചെയ്ത സാധനമാണ്, പക്ഷേ സിനിമയുടെ ഒരു ലാർജർ ഇൻട്രസ്റ്റിന് വേണ്ടി വരില്ല അത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എത്ര സമയം എടുക്കും? ഇല്ല, ഇതിൽ അങ്ങനെ സീനായിട്ട് എഡിറ്റ് ചെയ്ത് പോയിട്ടില്ല. ഇല്ല, എവറി സീൻ യു ഹാവ് യൂസ്. സീനിന്റെ ലെങ്ത് കുറയ്ക്കുക, അങ്ങനെ ഇതാക്കലുണ്ട്. സീൻ ഫുൾ സീനായിട്ട് അങ്ങനെ ഇവന് കളയണ്ടെന്ന് തോന്നിയാലും ഒരു മയമില്ലാത്ത ഒരാളാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്, ഷമീർ മുഹമ്മദ് ആണ്. ഷമീറിന്റെ ഒരു പ്രത്യേകതയാണ് ആ സിനിമ. എപ്പോഴും ഈ വലിയ ഫിലിം മേക്കേഴ്സ് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും എഡിറ്റർ ലൊക്കേഷനിൽ വരരുതെന്ന് പറയും. കാര്യം നമ്മളൊരു ഷോട്ട് എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ ഷോട്ടിന് നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഇത്രയും പൈസ ചിലവായിട്ടുണ്ടെന്നൊക്കെ ഒരു എഡിറ്റർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കളയാൻ ചിലപ്പം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് തോന്നും. ഇതിന്റെ ഒരു ടോട്ടാലിറ്റി കണ്ടിട്ട് ഈ സിനിമയ്ക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നത് ഒരു മയമില്ലാതെ കളയുന്ന ഒരാളായിരിക്കണം ഇതിന്റെ എഡിറ്റർ. ഷമീർ അങ്ങനെ തന്നെ കളയും. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെ കളയേണ്ട സീൻസ് ഇപ്പോൾ എനിക്കൊന്ന് ഫസ്റ്റ് കട്ട് വന്നപ്പോൾ 2:50 2:45 അത്ര സംതിങ് ഉണ്ടായിരുന്നു. അത് നമ്മളൊരു 2:12 റേഞ്ചിലേക്ക് എത്തിയത് സീൻ കട്ട് ചെയ്തിട്ടല്ല, അതിന്റെ ചെറിയ അറ്റവും മൂലമൊക്കെ. പക്ഷെ ആസിഫിനാണ് പല പോലീസ് വേഷം ചെയ്യുമ്പോഴും മോഡുലേഷനിൽ ഡബ് ചെയ്യുന്ന സമയത്താണെങ്കിൽ മോഡുലേഷനിൽ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഫ്രം എത്രയോ പോലീസ് വേഷം ചെയ്യുമ്പോൾ പഞ്ചിലായിട്ട് പോട്ടെ, എന്നിരുന്നാലും പോയ മാനറിസംസ് ചിലതൊക്കെ കയറി വരും. ഇതില് ഇപ്പൊ വളരെ സാധാരണക്കാരനായ ഒരു പോലീസ് ഓഫീസറാണ്. ഇപ്പൊ ഇതില് ഒരു കർഷകനാണ്. ട്രെയിലറിൽ പറയുന്നുണ്ട് ഇതില് ഇവന്റെ
ഇവൻ എന്താണ് ഇത്ര ആവേശം എന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ ആവേശമല്ല ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു മെയിൻ ഇതായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം ഇയാൾക്ക് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രൂവ് ചെയ്യണം എന്നുള്ളതിന് പിന്നിൽ ഇയാൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. പക്ഷെ അതൊരു പ്ലസന്റ് ആയിട്ടുള്ള ആവശ്യമാണ്, ഒരു ഡിപ്രഷൻ. അതെ, അങ്ങനെ ഭയങ്കര വിഷമമുള്ള ആളോ അങ്ങനെ ഒന്നുമല്ല. അയാൾക്ക് അയാളുടെ പ്രായത്തിൻ്റെതായ കുരുത്തക്കേടുകളൊക്കെ ഉള്ള ഒരു പോലീസുകാരൻ തന്നെയാണ്. വെരി ഗുഡ്. ഈ ഒരു ഓൾ ടുഗദർ ഇത് നോക്കുമ്പോഴേ ഈ സിനിമ പോലീസ് സിനിമകൾ ചെയ്യുമ്പോൾ സത്യമായിട്ടും പറഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആസ് എൻ ഓഡിയൻസ് നമുക്കത് എന്താ പറയുക, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇതിൽ ഭയങ്കര സംഭവം റിവ്യൂ വരുന്നു അതൊക്കെ. പക്ഷേ ആസ് എ ടെക്നീഷ്യൻ, ആസ് എൻ ആക്ടർ, നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിക്കോസ് ഇറ്റ്സ് എൻ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ല, ആക്ച്വലി ഒരു ത്രില്ലർ അല്ല. അതാണ് ഞാൻ ബേസിക്കലി എല്ലാ ഇതിലും പറയുന്നത്. ഇതൊരു ത്രില്ലർ അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം ഇപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഒരു 40 വർഷം മുമ്പുള്ള അന്വേഷണമാണ് ഇതിൻ്റെ. ഒരു 40 വർഷം മുമ്പുള്ള കാര്യമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോ അത് നമുക്ക് പ്രഷർ പെട്ടെന്ന് കിട്ടി എന്ന് ഫീൽ തോന്നാത്ത രീതിയിൽ തന്നെ അത് അന്വേഷിക്കണം. അപ്പോൾ അത് എന്താ പറയുക, ഇതൊരു വൺ ത്രില്ലിംഗ് മൊമെന്റ്സ് കൂടെ അല്ല, അത്തരത്തിലല്ല ഇത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് എ ഗുഡ് വൺ ആക്ച്വലി. ഇത് ഇപ്പം തലവൻ പറഞ്ഞപ്പോഴും ജിസ്സും ഇദ്ദേഹം കൂടി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രൊസീജിയറൽ വേ ഒരു ഡിഫറെൻ്റായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞു. ഓഡിയൻസിന് എന്തായിരിക്കും ഇതിൻ്റെ ടേക്ക് അവേ? ജനുവരി 9 ഇറങ്ങുന്നു 2025 ആദ്യത്തെ പ്രതീക്ഷയുള്ള ചിത്രം. പല പടങ്ങളും ഇറങ്ങുന്നുണ്ട്. രേഖാചിത്രത്തിൽ ഓഡിയൻസിന് ഉള്ള താങ്കളുടെ രണ്ടാമത്തെ പടം, ഇദ്ദേഹത്തിൻ്റെ 1000ാമത്തെ പോലീസ് പടം, ഇതില് ഓഡിയൻസിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അറിയാവുന്ന ഒരു ചരിത്രം, അതിന് ഇങ്ങനൊരു വേർഷൻ ഉണ്ടായിരുന്നോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ്, അത് തന്നെയായിരിക്കും ഇതിന്റെ ക്യൂരിയോസിറ്റി ഉണ്ടാവുക. വെരി നൈസ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സത്യമായിട്ട് പറഞ്ഞ സിനിമ കണ്ടശേഷം ചോദ്യം ചെയ്യാൻ എനിക്ക് ഇത്രയും ഇഷ്ടം. അങ്ങനെ ഓരോന്നും എനിക്ക് ഒരു അർത്ഥങ്ങൾ ഉണ്ടാവുമായിരുന്നു. അത് നമുക്ക് പിന്നെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ജനുവരി 9 തൊട്ട് രേഖാചിത്രമാവട്ടെ. ഇദ്ദേഹത്തിന് ഇത്രയും സംസാരിക്കാൻ വെച്ചതിന് താങ്ക് യു. മോട്ടിവേഷൻ ഞാൻ എല്ലാ സിനിമയും ഞാൻ കാണും. താങ്ക് യു.